ഹായ് ഫ്രണ്ട്സ്. യു പിയിലെ മെയിൻപുരിയിൽ കർഹാൻ എന്ന ഗ്രാമത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അക്രമം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. പണ്ടെങ്ങും ഉണ്ടായതല്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 29 അവിടെ ഒരു പെൺകുട്ടിയെ ഭർത്തൃപിതാവും സഹോദരന്മാരും ചേർന്ന് ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. നഗ്നയാക്കി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. തീർച്ചയായും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മണിപ്പൂർ സംഭവങ്ങളാണ്. അവിടെ ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് നഗ്നയാക്കി പരസ്യമായി വഴിയെ നടത്തിക്കൊണ്ടു പോവുക, അടുത്തൊരു വയലിൽ കൊണ്ടുപോയി പരസ്യമായി ബലാത്സംഗം ചെയ്യുക. എന്തൊരു നാടാണ് ഇപ്പോൾ ഇന്ത്യ. ഇന്ത്യ മാറിപ്പോയിരിക്കുന്നു. അഹിംസയുടെയും സമാധാനത്തിന്റെയും നാടല്ല ഇപ്പോൾ. അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും ബലാത്സംഗത്തിന്റെയും ഒക്കെ നാടായി മാറിയിരിക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. 2023 ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ 55% നടക്കുന്ന യു പിയിലാണ്. യു പി, യോഗി ആദിത്യനാഥിന്റെ യു പി. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാണ്. ഒരു സംശയവുമില്ല, ശ്രീ നരേന്ദ്ര ദാമോദറിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടുന്ന ആളാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അദ്ദേഹം പറയുന്നു യു പിയിൽ എല്ലാം സേഫാണ്, സുരക്ഷിതമാണ്, അക്രമമൊന്നുമില്ല. പക്ഷേ ദേശീയ വനിതാ കമ്മീഷൻ പറയുന്നു ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ 55% യു പിയിലാണ് സംഭവിക്കുന്നത് എന്ന്. അതിലെല്ലാം ഉപരി 2023 തന്നെ 62 ആൾക്കൂട്ട ബലാത്സംഗങ്ങൾ യു പിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യു പിയിൽ മാത്രമാക്കണ്ട, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എവിടെയെങ്കിലും സ്ത്രീകൾ സുരക്ഷിതരാണോ? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് തൻ്റെ ജോലി സ്ഥലത്തേക്ക്, പ്രത്യേകിച്ചും രാത്രിയിൽ, പോകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കഴുകൻ കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടാവും. അവൾ സുരക്ഷിതയല്ല. എന്തിനധികം ദൂരേക്ക് പോകുന്നു? നമ്മുടെ കേരളത്തില് പേരാമ്പ്രയിലെ അനു ക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് ഏതാനും ആഴ്ചകളേ ആയുള്ളൂ. പ്രതിയായ മുജീബ് റഹ്മാൻ 57 കേസുകളിലെ പ്രതിയാണ്. എന്നിട്ടും അയാൾ സൂര്യവിഹാരം നടത്തുകയായിരുന്നു. നാട്ടുകാർക്ക് അയാളെ ഭയമാ. ഒരു ഈരിക്കാടൻ സ്റ്റൈല്. പരാതിപ്പെടാൻ പോലും ഭയമായിരുന്നു. നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പരാജയം തന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള നാട്ടില് സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവർക്ക് എങ്ങനെ സുരക്ഷിത ജോലിക്ക് പോകാൻ പറ്റും? മാറേണ്ടിയിരിക്കുന്നു. പുറമേ കാണുന്ന ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ. എല്ലാവരിനും ഉപരി ഇത്തരം പ്രതികൾ വീണ്ടും വീണ്ടും നീതിന്യായ വ്യവസ്ഥയിൽ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസും കൂട്ടമൊക്കെ ആയിട്ട് അതിങ്ങനെ വർഷങ്ങൾ നീളുകയാണ്. കേസ് നടത്തിക്കൊണ്ടു പോകാൻ ഇരകൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. ജസ്റ്റിസ് ഡിലേയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. ആരോട് പറയാൻ? കേളുക ഭാരതമേ.